യേശുവിൽ പ്രിയപ്പെട്ടവരെ, നാം അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അതൊട്ടും ഉൾക്കൊള്ളാനാവാതെ അതിനെ എതിർത്ത് നിന്നുകൊണ്ട് ആ പീഡനം തന്ന വ്യക്തിയോട് പ്രതികാരം ചെയ്യാൻ, അയാളെ നിന്ദിക്കാൻ തോന്നുന്ന പൈശാചിക ചിന്ത നമുക്കുണ്ടാകാം. പീഡിപ്പിക്കപ്പെടുമ്പോൾ അതെൻ്റെ വിധി എന്ന രീതിയിൽ താല്പര്യമില്ലെങ്കിലും അതിനെ സ്വീകരിച്ച് പീഡനം തന്ന വ്യക്തിയോട് എതിർത്തൊന്നും നിൽക്കാതെ പക്ഷേ അകൽച്ച പാലിക്കുന്ന മാനുഷിക ചിന്ത നമുക്കുണ്ടാകാം. ഇനിയും ജീവിതത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈശോയുടെ സഹനത്തോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചല്ലോ എന്ന മനോഭാവത്തോടെ, സന്തോഷത്തോടെ സഹനത്തെ സ്വീകരിക്കുക, പീഡനത്തെ സ്വീകരിക്കുക, തന്ന വ്യക്തിയോട് നന്ദി കാണിക്കുക, സ്നേഹം കാണിക്കുക. ഇങ്ങനെ ദൈവിക ചിന്ത നമുക്കുണ്ടാകാം. ഈ ഒരു ദൈവിക ചിന്തയാണ് ദൈവാനുഗ്രഹം ഒത്തിരിയേറെ ലഭിക്കാൻ കാരണമായി തീരുക. ഈശോയുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടായി, അവിടുന്ന് അന്യായമായും പീഡിപ്പിക്കപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു. അവിടുന്ന് പകരം ആരെയും നിന്ദിച്ചില്ല, ആരെയും ഭീഷണിപ്പെടുത്തുകയോ ശപിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങൾ ശാരീരികമായും മാനസികമായും അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അങ്ങയെപ്പോലെ എതിർത്ത് നിൽക്കാതെ, പകരം നിന്ദിക്കാതെ ക്ഷമാപൂർവം സഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.